Okay, dear students, ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ എക്സ്പെരിമെന്റിലെ ഫിഫ്ത്ത് എക്സ്പെരിമെന്റ് ആണ്. The question is write a program to add two integers received via the command line and compile it to an executable named myaddr. Now write another program that creates a new process using a fork system call. Make the child process add two integers by replacing its image with the myaddr image using a execvp system call. ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് രണ്ട് പ്രോഗ്രാം ചെയ്യണം. ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിന് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആയിട്ട് റിസീവ് ചെയ്തിട്ട് അതിന്റെ സം കണ്ടുപിടിക്കുക. എന്നിട്ട് ആ പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് myaddr എന്ന പേരിൽ ഔട്ട്പുട്ട് ഫയലായിട്ട് സേവ് ചെയ്യുക. That is the first part. The second part is write another program that create a new process using the fork system call. അപ്പോൾ സെക്കൻഡ് പ്രോഗ്രാമിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ന്യൂ പ്രോസസ് ക്രിയേറ്റ് ചെയ്യുക യൂസിങ് ദ സിസ്റ്റം കോൾ ഫോർക്ക്. Then make the child process add two integers. അപ്പം ഈ ചൈൽഡ് പ്രോസസ് ക്രിയേറ്റ് ചെയ്ത പുതിയ ചൈൽഡ് പ്രോസസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യണം ബൈ റീപ്ലേസിങ് ഇറ്റ്സ് ഇമേജ് വിത്ത് myaddr. അതായത് ആ പ്രോഗ്രാമിന്റെ കോഡ്സ് മൊത്തം റീപ്ലേസ് ചെയ്തിട്ട് myaddrന്റെ കോഡ് വെച്ച് രണ്ട് നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സിൽ ചൈൽഡ് പ്രോസസ്സിനകത്ത് എഴുതിയിരിക്കുന്ന ഇതിന് ശേഷമുള്ള കോഡ്സുകളെല്ലാം കളഞ്ഞിട്ട് പകരം അവിടെ myaddr എന്നുള്ള നമ്മൾ കമ്പൈൽ ചെയ്ത് വെച്ചേക്കുന്ന പ്രോഗ്രാമിന്റെ കോഡാക്കി മാറ്റി രണ്ട് നമ്പേഴ്സിനെ സം കണ്ടുപിടിച്ച് പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ടാസ്ക്. അത് execvp എന്നുള്ള സിസ്റ്റം കോൾ വെച്ചിട്ടാണ് നമ്മൾ വേറൊരു പ്രോഗ്രാമിനെ നമ്മൾ കോൾ ചെയ്യുന്നത്. ദിസ് ഈസ് ദ എക്സ്പെരിമെന്റ് നമ്പർ 5. അപ്പൊ ഇതെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ്. ഈ പ്രോഗ്രാമിൽ രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് എന്നുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം ഒരു കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആയിട്ട് രണ്ട് നമ്പറിനെ റിസീവ് ചെയ്തിട്ട് അതിന്റെ സം കണ്ടുപിടിച്ച് പ്രിന്റ് ചെയ്യുന്നു. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആയിട്ട് റിസീവ് ചെയ്യുന്ന നമ്പേഴ്സ് ഇപ്പോൾ നമ്പർ ആയാലും എന്തായാലും അത് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്, പ്രോഗ്രാമിനകത്തേക്ക് എൻ്റർ ആകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് രണ്ട് നമ്പറിനെ സം കണ്ടുപിടിക്കുന്നതാണ് ടാസ്ക്. അപ്പോൾ ഈ നമ്പറിന്റെ സ്ട്രിങ്ങിനെ നമ്മൾ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ സ്ട്രിങ് ആക്കി സം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ATOI ആസ്കി ടു ഇൻറ്റിജർ എന്ന ആ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഇതിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ ഫൈൻഡ് ദ സം. That is the first part. അതിന്റെ സ്റ്റെപ്പിനകത്ത് എഴുതിയിരിക്കും create first program that receives the two arguments as command line. Even if the command line arguments are numbers, they are received as string. അപ്പൊ നമ്മളൊരു കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് വെച്ചിട്ടൊരു പ്രോഗ്രാം എഴുതുക. ആ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആയിട്ട് വരുന്നത് ഈ നമ്പർ ആണെങ്കിൽ പോലും അത് സ്ട്രിങ് ആയിട്ടാണ് പ്രോഗ്രാമിനകത്തേക്ക് റിസീവ് ആവുന്നത്. ഹെൻസ് നീഡ് ടു ബി കൺവേർട്ട് ദം ടു നമ്പേഴ്സ് യൂസിങ് ടോയ് ഫംഗ്ഷൻ. അപ്പൊ ഈ വരുന്ന രണ്ട് നമ്പേഴ്സിനെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം അത് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. ഈവൻ ദ ആർഗ്യുമെന്റ്സ് ആർ നമ്പേഴ്സ്. നമ്പർ ആണെങ്കിൽ പോലും അത് സ്ട്രിങ് ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ദെൻ ഫൈൻഡ് ദെയർ സം ആൻഡ് പ്രിന്റ് ദ റിസൾട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 2 സ്റ്റെപ്പാണ് ഇതിന്റെ ആദ്യത്തെ കാര്യം. അപ്പൊ ഞാൻ ഇതിന്റെ പാരലായിട്ട് ഇതിന്റെ പ്രോഗ്രാമും കൂടെ എഴുതാണ്. അപ്പൊ പ്രോഗ്രാം ഒക്കെ എഴുതാം. അപ്പൊ ഞാൻ exp5 അത് രണ്ട് പാർട്ടുണ്ട്. exp5 ഞാൻ 1.c എന്ന് ഫസ്റ്റ് പ്രോഗ്രാം. അത് നമുക്ക് പ്രിന്റിങ് മാത്രമേ ഉള്ളൂ. stdio.h മാത്രം കൊടുത്താൽ മതി. void main. ഇതിൽ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് നിങ്ങൾ സി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം എങ്ങനെയാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് കൊടുക്കുന്നത്. ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് ആൻ ഇന്റിജർ വേരിയബിൾ വിച്ച് ഈസ് ദ കൗണ്ട് ഓഫ് ദ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. ഇപ്പൊ ഞാൻ ആർഗ്യുമെന്റ് കൗണ്ട് argc എന്ന് കൊടുത്തു. ദെൻ സെക്കൻഡ് ഈസ് ആർഗ്യുമെന്റ് വാല്യൂ. അതൊരു ക്യാരക്ടർ
array of pointers ആണ് argv, ആർഗ്യുമെന്റ് വാല്യൂ. array of pointers ആണ്, ക്യാരക്ടർ array of pointers ആണ്. അപ്പൊ ഇത് നമ്മൾ സൈസ് എന്ന് പറയുന്നില്ല, വരുന്ന നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിനനുസരിച്ച് അതിന്റെ സൈസ് ഡിഫൈൻ ആവും. അപ്പൊ ഇങ്ങനെയാണ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ഡയമെൻഷൻ. argc എന്നുള്ള ഇന്റിജർ വേരിയബിൾ ആണ്. ഇറ്റ് വിൽ കൗണ്ട് ദാറ്റ് ഹൗ മെനി നമ്പേഴ്സ് ഓഫ് ആർഗ്യുമെന്റ്സ് ആർ പാസിംഗ് ത്രൂ എ കമാൻഡ് ലൈൻ. അതാണ് ഫസ്റ്റ് argc. നമ്മൾ ആർഗ്യുമെന്റ് ആയിട്ട് 2 കൊടുക്കണമെങ്കിൽ argcയിൽ 2 എന്നായിരിക്കും. അതിന്റെ നമ്പർ സ്റ്റാർട്ടിങ് ഫ്രം 0, 1, 2. അപ്പൊ ടോട്ടലി അതിനകത്ത് ഫസ്റ്റ് പ്രോഗ്രാം ആണ്, ദെൻ സെക്കൻഡ് 2 ആർഗ്യുമെന്റ്, അങ്ങനെ 3 എണ്ണമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ argc എന്ന് നോക്കി കഴിഞ്ഞാൽ 3 ആയിരിക്കും. ആക്ച്വലി 3 ആയിരിക്കും. നമ്മൾ 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നെങ്കിൽ അത് ആക്ച്വലി 3 ആണ്. കാരണം ഫസ്റ്റ് ആർഗ്യുമെന്റ് ഈസ് ദ നെയിം ഓഫ് ദ പ്രോഗ്രാം. ദാറ്റ് ഈസ് if we compile the program as normally, then the program will be a dot out. In the question it is stated that compile it to an executable named myaddr. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിനെ എക്സിക്യൂട്ടബിൾ ഫയലാക്കി myaddr എന്ന പേരിൽ സേവ് ചെയ്യുക. അത് കമ്പൈൽ ചെയ്ത് myaddr എന്ന പേരിൽ വേണം സേവ് ചെയ്യാൻ. അപ്പം ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്നാണ് myaddr. ദെൻ ആ പ്രോഗ്രാമിനകത്ത് 2 ആർഗ്യുമെന്റ്സ് കൂടെ വേണം, 2 നമ്പേഴ്സ്. അത് നമ്മൾ 10 20 ആണ് കൊടുക്കണമെങ്കിൽ myaddr സ്പേസ് 10 സ്പേസ് 20 എന്ന് കമാൻഡ് ലൈനിൽ ടൈപ്പ് ചെയ്യുമ്പോഴാണ് myaddr എന്ന പ്രോഗ്രാമിനകത്തോട്ട് 10 20 എന്നുള്ള നമ്പർ ആർഗ്യുമെന്റ് ആയിട്ട് പോകുന്നത്. അപ്പൊ ആർഗ്യുമെന്റ് ആയിട്ട് പോകുന്ന നമ്പേഴ്സ് മൊത്തം argv വരും. ഇതൊരു ക്യാരക്ടർ അറേ ഓഫ് പോയിന്റേഴ്സ് ആണ്. അപ്പൊ ഈ അറയിലേക്കാണ് 1 by 1 ആയിട്ട് വരുന്നത്. argvc 0യിൽ ഇരിക്കുന്നത് നമ്മുടെ എക്സിക്യൂട്ടബിൾ പ്രോഗ്രാം, argv1 ഫസ്റ്റ് ആർഗ്യുമെന്റ്, argv2 സെക്കൻഡ് ആർഗ്യുമെന്റ്. ടോട്ടൽ നമ്പർ ഓഫ് argc എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സിന്റാക്സ്. കമാൻഡ് ലൈൻ ആർഗ്യുമെന്റിന്റെ സിന്റാക്സ് അറിയാവുന്നവർക്ക് എളുപ്പമായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് 2 നമ്പേഴ്സിന്റെ കണ്ടുപിടിക്കണം, 2 സം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ 2 നമ്പേഴ്സിന്റെ സം, ഇത് സിൻസ് ആർഗ്യുമെന്റ്സ് ആർ കമ്മിങ് ആസ് സ്ട്രിംഗ്, we need to convert the string into numbers. So we have 2 numbers, n1 is equal to, we need to convert the string to integer using the function atoi, atoi. Then which is the argument? First argument is argv1. argv0 is the name of the program. First is the first argument. Okay. Then the second argument is int n2 is equal to atoi argv2. Okay. So we convert the 2 arguments as 2 integers, n1 and n2. Then find the sum. Printf %d plus %d equals %d. This is the format of output. If first number is 10, then second number is 20, then the result will be coming like 10 plus 20 equals 30. That's the process. Then n1 comma n2 comma n1 plus n2. Finished. ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാം സേവ് ചെയ്യുക. സേവ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്യുന്ന നേരത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ഇത് കമ്പൈൽ ചെയ്തിട്ട് ഔട്ട്പുട്ട് ഫയല് myaddr എന്നുള്ള പേരിലേക്ക് myaddr എന്നുള്ള പേരിലേക്ക് സേവ് ചെയ്യാനാണ് പറയുന്നത്. കമ്പൈൽ സേവ് ചെയ്യാനാണ് പറയുന്നത്. അറ്റോയ് എന്നുള്ളത് ഏത് ഇതിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കാം. എന്ന് നോക്കിക്കഴിഞ്ഞാൽ stdlib.hനകത്താണ് അറ്റോയ് കിടക്കുന്നത്. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യുക. അതിന് മാനിൽ എടുത്താൽ മതി. ലൈബ്രറി ഫംഗ്ഷനകത്ത് എറർ ഉണ്ടെങ്കിൽ അതിന്റെ മാനിൽ എടുക്കുമ്പോൾ ഏത് ഹെഡറിലാണ് അത് കിടക്കുന്നത് കാണിക്കും. include stdlib.h. So the name of output file is myaddr.
I am running my adder, then to argument 50, then 90. The answer will be 140. 50 plus 90 is equal to 140. That is the first part of the question. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈ ADDR എന്നുള്ള പേരിൽ എക്സിക്യൂട്ടീവ് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പാർട്ട് എടുക്കുക. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് അനദർ പ്രോഗ്രാം ദാറ്റ് ക്രിയേറ്റ്സ് എ ന്യൂ പ്രോസസ് യൂസിങ് ഫോർക്ക് സിസ്റ്റം കോൾ. അത് നിങ്ങൾ ഫോർക്ക് സിസ്റ്റം കോൾ വെച്ചിട്ട് ഒരു പുതിയ പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ടാസ്ക്. സെക്കൻഡ് പ്രോഗ്രാമിന്റെ ആദ്യത്തെ പാർട്ട്. ദെൻ ആ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചൈൽഡ് പ്രോസസ്സിൽ നിന്ന് നമ്മൾ ഈ സം കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാമിനെ റൺ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട്. ദാറ്റ് ഈസ് ദ ഇമേജ് replacing its image with my ADDR image using execvp system call. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ execvp സിസ്റ്റം കോള് അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ since the first program is calling from the child process of the second program, the command line arguments are passed from the second program to first program. അപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് മൈ ADDR എന്ന പേരിൽ സേവ് ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് അനദർ പ്രോഗ്രാം ചെയ്യാൻ അതിനകത്ത് ഒരു ഫോർക്ക് സിസ്റ്റം കോൾ വിളിക്കുന്നു. അപ്പോൾ ഒരു പുതിയൊരു പ്രോസസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്രോസസ്സിൽ നിന്ന് നമ്മൾ മൈ ADDR കളയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നും കൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പാസ് ചെയ്യുന്ന ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റും വരുന്നത്. അപ്പൊ നമ്മൾ റൺ ചെയ്യുന്ന മൈ ADDR അല്ല, നമ്മൾ റൺ ചെയ്യുന്ന ഈ രണ്ടാമത്തെ പ്രോഗ്രാമാണ്. ആ രണ്ടാമത്തെ പ്രോഗ്രാമിന്റെ കൂടെ നമ്മൾ ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നു. അപ്പൊ ആ വരുന്ന പ്രോഗ്രാമിൽ വരുന്ന സെക്കൻഡ് പ്രോഗ്രാമിൽ വരുന്ന ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റിനെ നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാമിന്റെ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കുന്നതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതാണ് എഴുതിയിരിക്കുന്നത്. സിൻസ് ദ ഫസ്റ്റ് പ്രോഗ്രാം ഈസ് calling from the child process of the second program, the command line arguments are passed from the second program to first program. Then create a second program that also receives the two argument as command line. അപ്പൊ ഈ സെക്കൻഡ് പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യേണ്ടത് രണ്ട് ആർഗ്യുമെന്റ് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ആയിട്ട് റിസീവ് ചെയ്യുന്ന രീതിയിൽ വേണം ക്രിയേറ്റ് ചെയ്യാൻ. Create a process in the second program using the fork. ഇത് സെക്കൻഡ് പ്രോഗ്രാം കൂടെ എഴുതാം. ഞാൻ exp5-2.c. okay. include include unistd.h ഫോർക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. include ഏതെങ്കിലും വേണം നമുക്ക് ആ സമയത്ത് നോക്കാം. avoid main. ഇവിടെ നമ്മൾ രണ്ട് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് ഉണ്ട്. arc arv. അപ്പൊ ഈ രണ്ട് കമാൻഡ് ലൈൻ ആർഗ്യുമെന്റ് വരുന്നുണ്ട്. ഈ കമാൻഡ് ലൈൻ ആർഗ്യുമെന്റാണ് നമ്മൾ സെക്കൻഡ് പ്രോഗ്രാം അല്ല ഫസ്റ്റ് പ്രോഗ്രാമിലേക്ക് പാസ് ചെയ്ത് വിട്ടു കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? ആ ആർഗ്യുമെന്റിന് അങ്ങോട്ട് പാസ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രോഗ്രാമാണ് സം കണ്ടുപിടിച്ച് പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോസസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ചെയ്യേണ്ടത് ഒരു ചൈൽഡ് പ്രോസസ്സിൽ നിന്നാണ്. അപ്പൊ നമ്മളിവിടെ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യണം. ID = ഫോർക്ക് സിസ്റ്റം വിളിക്കുമ്പോൾ ഒരു ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ആവും. എന്നിട്ട് ആ ചൈൽഡ് പ്രോസസ്സ് ക്രിയേറ്റ് ആയോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. നോർമലി ക്രിയേറ്റ് ആവും. ഇൻ കേസ് എങ്ങാനും വന്നു കഴിഞ്ഞാൽ ക്രിയേറ്റ് ആയില്ല എങ്കിൽ നമ്മൾ പിന്നെ ചെയ്യുന്നതിൽ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് if ID = -1 ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ പ്രോസസ് ഈസ് നോട്ട് ക്രിയേറ്റിംഗ്. അപ്പോൾ നമ്മൾ പിന്നെ അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല, റിട്ടേൺ ചെയ്യാം. ഇനി അല്ല ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇനി അതിന്റെ ചൈൽഡ് പ്രോസസ്സിൽ നിന്നാണ് ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഇഫ് ID = 0 means it is a child process. ഇനി എഴുതുന്ന കോഡ് ചൈൽഡ് പ്രോസസ്സിന്റെ കോഡാണ്. if ID = 0 means ഇവിടെയാണ് നമ്മൾ execvp
എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യണം. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞു ഇതിനകത്ത് ഈ ഫംഗ്ഷനകത്ത് 2 ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ ചെയ്തതാണ്, സിസ്റ്റം എന്ന് പറഞ്ഞ കോൾ ചെയ്തതാണ്. അതുപോലെ അതിനകത്ത് ഒരു ആർഗ്യുമെന്റ് ആണ് പാസ് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നു. ഈ 2 ആർഗ്യുമെന്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് exe has 2 arguments. The first the command to execute passed as a string. അപ്പോൾ 2 arguments ഉണ്ട്. exec has 2 arguments. First the command to execute passed as string. First argument is the command to execute which is passed as a string. അപ്പോൾ നമ്മുടെ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ myaddr എന്ന കമാൻഡ് റൺ ചെയ്യാണ് ചെയ്യുന്നത്. myaddr. അപ്പൊ കമാൻഡ് ഏതാണെന്ന് നമ്മൾ ഇവിടെ എഴുതാം, char cmd ക്യാരക്ടർ അറയാണ്. ഞാനൊരു 10 കൊടുത്ത് അതിൻ്റെ ആവശ്യമുള്ളൂ. ./myaddr ഇത് 10 ക്യാരക്ടർ ഉള്ളിലേ കാണുന്നു. 9. ഓക്കെ, 10 വരെ 12 ക്യാരക്ടർ myaddr. അതാണ് കമാൻഡ്. Then second is the argument list ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് 2 ആർഗ്യുമെന്റ് ഉണ്ട്. ഒന്ന് ഫസ്റ്റ് ഈസ് കമാൻഡ് cmdi. Then ഇനി ഒരു ആർഗ്യുമെന്റ് ഉള്ളതാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർഗ്യുമെന്റ് ലിസ്റ്റ് ആണ്. ഈ പ്രോഗ്രാമിലേക്ക് പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റുകളുടെ ലിസ്റ്റ്. അത് നമ്മൾ എഴുതുന്ന ക്യാരക്ടർ അറേ ഓഫ് പോയിന്റേഴ്സ് ആണ്. arg ആർഗ്യുമെന്റ്സ്, അതൊരു അറേ ഓഫ് പോയിന്റേഴ്സ് ആണ്. ഒരു എണ്ണത്തിന്റെ സൈസ് 10 വെച്ചിട്ടുള്ള 10, 12, 20 ഏതെങ്കിലും കൊടുക്കുക. ഇതിനകത്ത് ഫസ്റ്റ് ആർഗ്യുമെന്റ് സെയിം ടു ദ കമാൻഡ് myaddr തന്നെയാണ് ഇതിലും ആദ്യം കൊടുക്കുന്നത്. കമാൻഡിന്റെ ആർഗ്യുമെന്റ്സിന്റെ ഫസ്റ്റ് സ്ട്രിങ് സെയിം ആണ്. ദ സെക്കൻഡ് സ്ട്രിങ് ഈസ് നമ്മുടെ myaddr. നമ്മൾ റൺ ചെയ്യുമ്പോൾ myaddr then space first number then second number. The first and second numbers are coming is in the array of pointers arb argument values. അതിലെ ഫസ്റ്റ് വാല്യൂസിന് arb1, സെക്കൻഡ് arb2, then തേർഡ് ലാസ്റ്റ് ഈസ് null. എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ലാസ്റ്റ് നള്ള് കൊടുക്കണം. കാരണം നമുക്ക് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അങ്ങോട്ട് ആർഗ്യുമെന്റ്സ് ഇല്ലാന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നള്ള് കൊടുക്കുന്നത്. എന്നിട്ട് ഈ args കൂടെ പാസ് ചെയ്യും. അപ്പം ഈ കമാൻഡ് നമ്മുടെ സെക്കൻഡ് പ്രോഗ്രാം ഫസ്റ്റ് പ്രോഗ്രാമിനെ കോൾ ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് പ്രോഗ്രാമിനെ കോൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ ചൈൽഡ് പ്രോസസ്സിനകത്ത് നടക്കുന്നതാണ്. ഇനി പാരന്റ് പ്രോസസ്സിനകത്ത് പറഞ്ഞിരിക്കുന്ന ചൈൽഡ് പ്രോസസ്സിനകത്ത് ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 പ്രോസസ്സും സൈമിൾട്ടേനിയസ്ലി എക്സിക്യൂട്ട് ചെയ്യും. അത് വി കനോട്ട് ബി പ്രഡിക്റ്റ് ദാറ്റ് വിച്ച് വൺ വിൽ ബി കമ്മിങ് ഫസ്റ്റ്. അപ്പൊ ഇതിലേതെങ്കിലും ഫസ്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങും, അങ്ങനെ പാരലായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് പോകും. അപ്പോൾ ചൈൽഡ് പ്രോസസ്സിനകത്ത് കുറെ അധികം സ്റ്റേറ്റ്മെന്റും ഡിലേസും ഉണ്ടെങ്കിൽ പാരന്റ് പ്രോസസ്സിനകത്ത് വളരെ കുറച്ചേ കാണുള്ളൂ. ആണെങ്കിൽ വളരെ കുറച്ച് സ്റ്റേറ്റ്മെന്റും ചൈൽഡ് സ്റ്റേറ്റ്മെന്റിനകത്ത് വലിയ ലെങ്തി ലൂപ്പും അല്ലെങ്കിൽ ഡിലേയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാരന്റ് പ്രോസസ് വിൽ ബി കംപ്ലീറ്റഡ് അറ്റ് ഫസ്റ്റ്. അപ്പൊ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ the child process will be act as a orphan. That children are called orphan children. Orphan ആയിട്ടിരിക്കുന്ന children, because the parent is closed before closing the child. That is the problem. To avoid such condition, we have to be the parent the parent process has to be in wait state until the child is completed. That is the procedure to hold the parent process until the child is completed. So
അതിന് നമ്മൾ ചെയ്യേണ്ടതാണ് ഒരു വെയിറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിന് മുമ്പ് ഞാനിവിടെ printf parent is waiting കൊടുക്കുകയാണ്. waiting ഇവിടെ ചൈൽഡ് ആണ് റൺ ചെയ്യുന്നത് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി printf child is executing. parent is waiting. ഇനി ഞാനിവിടെ വെയിറ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. വെയിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് മീൻസ് this is a system call which will wait parent process until its child is completed. That is the wait. ഈ വെയിറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡറിലുണ്ട്. include sys/wait.h ഇതിനകത്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതൊന്ന് ഇൻക്ലൂഡ് ചെയ്തു. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇനി ഇതൊന്ന് നമുക്ക് നോർമൽ കമ്പൈലേഷനിലൂടെ കമ്പൈൽ ചെയ്യാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. CMDക്ക് SMD ആയിപ്പോയ CMD. ഓക്കെ, റൺ ചെയ്തു. ഇനി നമ്മൾ റൺ ചെയ്യുന്ന a.out. ഞാൻ ഇവിടെ 20 30 പാസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സെക്കൻഡ് പ്രോഗ്രാമാണ് റൺ ചെയ്യുന്നത്. ഈ സെക്കൻഡ് പ്രോഗ്രാമിൽ നിന്ന് ഫസ്റ്റ് പ്രോഗ്രാം കോൾ ചെയ്യുന്നു. അതിലേക്ക് ഈ 20 30 നമ്മൾ പാസ് ചെയ്യുന്നു. കണ്ടില്ലേ, 20 പ്ലസ് പാരന്റ് ഈസ് വെയിറ്റിംഗ്, ചൈൽഡ് ഈസ് എക്സിക്യൂട്ടിംഗ്. അതിന്റെ റിസൾട്ട് ചെയ്തു. ആ റിസൾട്ട് വന്നിരിക്കുന്നത് ഫസ്റ്റ് പ്രോഗ്രാമിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് പ്രോഗ്രാമിനകത്ത് നമുക്ക് ചൈൽഡ് ഈസ് എക്സിക്യൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് മാത്രമേ ഉള്ളൂ. ദെൻ we have transferred the control to, that means not transferred, it is a replacement of the codes inside the child process. അവിടെ എന്തുണ്ടെങ്കിലും പിന്നെ അവൾ ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അത് അവിടെ വെച്ച് കംപ്ലീറ്റ് ആകും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഈ XEVC എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റീപ്ലേസ്മെന്റ് ഓഫ് ഇമേജസ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാനിവിടെ ചുമ്മാ ഒരു മെസ്സേജ് ചെയ്തതാണ്, ചൈൽഡ് കംപ്ലീറ്റഡ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോർമലി EXEVP കഴിഞ്ഞിട്ട് റിസൾട്ട് കഴിഞ്ഞിട്ട് ചൈൽഡ് ഈസ് കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വരണം എന്നാണ് ഇതിന്റെ മീനിങ്. എന്താണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. $80 plus 30 is equal to 100. ചൈൽഡ് കംപ്ലീറ്റഡ് എന്നുള്ള മെസ്സേജ് വരില്ല. ദാറ്റ് ഈസ് ദ റീപ്ലേസ്മെന്റ് ഓഫ് ഇമേജസ്. അതായത് ചൈൽഡ് പ്രോസസ്സിനകത്തുള്ള EXEVP കഴിഞ്ഞിട്ടുള്ള കംപ്ലീറ്റ് കോഡ്സും കളഞ്ഞിട്ട് അത് പാരന്റ് ഏത് പ്രോഗ്രാമിൽ നിന്ന് കോൾ ചെയ്തിരിക്കുന്ന ആ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റ് വെച്ച് റീപ്ലേസ് ചെയ്യും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബൈ റീപ്ലേസിംഗ് ഇറ്റ്സ് ഇമേജ് വിത്ത് my ADDR image using the EXECV system call. അതായത് ആ പ്രോഗ്രാമിനകത്തുള്ള ആ EXECVP സ്റ്റേറ്റ്മെന്റിന് ശേഷമുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഏത് പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ആ പ്രോഗ്രാമിന്റെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഓട്ടോമാറ്റിക്കലി വരും. മനസ്സിലല്ലേ? ഇപ്പൊ ഇതാണ് ഈ എക്സ്പെരിമെന്റ്. ഇതിന്റെ പ്രോഗ്രാം കണ്ടത് മനസ്സിലായി. അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ്, റീപ്ലേസ്മെന്റ് ആണ്. ഇത് ഒരു കാരണവശാലും ഇതിന് താഴോട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റും എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രോഗ്രാം. This is the program. അപ്പം ഈ പ്രോഗ്രാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. ഇതിന്റെ നിങ്ങളുടെ പ്രോഗ്രാം ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് അതിന്റെ ഔട്ട്പുട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത എക്സ്പെരിമെന്റുമായി കാണാം. ടിൽ ദെൻ ബൈ.